വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1. 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്തു പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. തിന്മയിൽ നിന്ന് പോലും നന്മ വിരിയിച്ചെടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ. പ്രത്യക്ഷത്തിൽ തിന്മയായി കാണപ്പെടുന്നവയിൽ നിന്ന് പോലും നന്മ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിപാലനയുടെ ഇതൾ വിടർത്തുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു തന്റെ പിതാവിനെ പറ്റിയും പിതാവിന്റെ രാജ്യത്തെ പറ്റിയും ജനങ്ങളെ പഠിപ്പിച്ച് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിക്കുകയും അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് എല്ലാവിധത്തിലും സഹായമാകുകയും ചെയ്തിരുന്ന കാലം. ഒരു ദിവസം യേശുവിന്റെ അടുത്ത് ഒരു കുഷ്ഠരോഗി വന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് യേശുവിനോടായിട്ട് പറയുന്നു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ കുഷ്ഠരോഗത്തിൽ നിന്ന് എനിക്ക് ശുദ്ധി തരാൻ അങ്ങേക്ക് സാധിക്കും. അവന്റെ സുതാര്യവും നിഷ്കളങ്കവും വക്രതയില്ലാത്തതുമായിട്ടുള്ള ആ ശൈലി കണ്ട് യേശുവിന് അതീവം താല്പര്യമായി എന്ന് വേണം വിചാരിക്കാൻ. യേശു അതിനു പ്രത്യുത്തരമായിട്ട് അരുൾ ചെയ്യുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. സുവിശേഷകനായ മർക്കോസ് നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, തൽക്ഷണം അവന്റെ കുഷ്ഠരോഗം അവനിൽ നിന്ന് വിട്ടുമാറി എന്ന്. ഇവിടെ യേശു തന്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ലളിതമായിട്ടുള്ളൊരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിട്ട് വേണം വിചാരിക്കാൻ. യേശു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ആലങ്കാരികമായും സാഹിത്യ ഭംഗിയോടുകൂടിയും എന്നതിനേക്കാൾ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും കലർന്ന സത്യസന്ധമായ രീതിയിലുള്ള നേരെ ചൊവ്വയുള്ള ദൈവത്തിനോടുള്ള ബന്ധമാണ് പ്രാർത്ഥന എന്ന് യേശു ഇവിടെ പരോക്ഷമായിട്ട് പഠിപ്പിക്കുകയാണ്. യേശു തുടർന്ന് ആ കുഷ്ഠരോഗിയോട് പറയുന്നു, നീ കുഷ്ഠരോഗത്തിൽ നിന്ന് ഇപ്പോൾ വിമുക്തനായി എന്ന് വരികിലും നിനക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ട നീതി ലഭിക്കണമെന്ന് വരികിൽ കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനായി എന്നുള്ളതിന്റെ ആനുകൂല്യം സമൂഹത്തിൽ നിനക്ക് ലഭിക്കണമെന്ന് വരികിൽ നൈയാമികമായിട്ട് പോകേണ്ട വഴികളിൽ കൂടെ നീ പോകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ട സാക്ഷ്യപത്രങ്ങൾ നിനക്കായിട്ട് നീ തരപ്പെടുത്തണം. അതിനുള്ള വഴികളും യേശു അവനെ നിർദ്ദേശിക്കുന്നു. തുടർന്ന് യേശു അവനോടായിട്ട് പറയുന്നു, ഞാൻ നിനക്ക് ഈ കാര്യം ചെയ്തു തന്നത് ഇപ്പോൾ മറ്റാരും അറിയണമെന്നില്ല. സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു വരുന്നു, കർശനമായിട്ട് യേശു ഇത് പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് ആ കുഷ്ഠരോഗിയെ മുടക്കി. അതിന് യേശുവിൻ്റെതായിട്ടുള്ള ന്യായങ്ങള് ഉണ്ടായിരുന്നിരിക്കണം. എങ്കിലും ഈ കുഷ്ഠരോഗി ഒരുപക്ഷെ വലിയ തീഷ്ണതയുടെ അടിസ്ഥാനത്തിലാകാം തനിക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾക്ക് എതിരായിട്ട് ആ മനുഷ്യൻ പെരുമാറുകയാണ്. അവൻ നാട്ടിൽ ഉടനീളം യേശു തനിക്ക് ചെയ്തു തന്ന ആ സഹായത്തെ പറ്റി പറഞ്ഞു നടക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി യേശുവിന് സമൂഹത്തിന്റെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു അവസരമായി തീർന്നു. അതാണ് പ്രത്യക്ഷത്തിലുണ്ടായ ഒരു തിന്മ. നിർദ്ദേശങ്ങൾക്ക് വിപരീതമായിട്ട് അവൻ പെരുമാറിയപ്പോ യേശുവിന്റെ ആസൂത്രിതമായ പദ്ധതികൾക്ക് അത് വിരോധം എന്ന രീതിയിലാണ് പരിണമിച്ചത്.
പക്ഷേ ആ അവസരത്തിൽ യേശു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പിൻവാങ്ങി എന്ന് സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരുന്നു. ആ വിജനമായിട്ടുള്ള പ്രദേശത്തേക്ക് യേശു തന്റേതായിട്ടുള്ള സാന്നിധ്യം ഒതുക്കിയപ്പോ അവിടെ നിന്ന് നന്മകൾ കൊയ്തെടുക്കാൻ ഇടവരുന്നു. ഒരുപാട് പാവപ്പെട്ട വ്യക്തികൾ വിജനമായിട്ടുള്ള സ്ഥലത്തുള്ള യേശുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ സമീപിക്കുകയും യേശുവിൽ നിന്ന് പലതരം അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഇടവരികയും ചെയ്തു എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കാൻ ഇടവരുന്നു. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ തിന്മയാണ് എന്ന് തോന്നുന്നതിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ദൈവത്തിന്റെ പദ്ധതികൾ പലപ്പോഴും ആസൂത്രണ വിധേയമാകുന്നത് എന്നുള്ളതാണ് സത്യം എന്ന് നാം മനസ്സിലാക്കിയെടുക്കണം.